ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച ശേഷം രാവിലെ ഈ ഒരു പണിക്കാണ് ഇറങ്ങിയത്. അപ്പം ഈ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഡ്രൈ ആയി കിട്ടുമല്ലോ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ ആ ഒരു പണികളൊക്കെ ചെയ്ത് തീർത്തു. ഇനിയിപ്പം കുറച്ച് പണികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പം കുറച്ച് നമ്മുടെ അതിൻ്റെ ഒരു തട്ട് സൈഡായിട്ടുള്ള പണികളൊക്കെയാണ് ചെയ്യാൻ നോക്കുന്നത്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ബ്രെഡൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട്, അധികം ചെറുതായിട്ട് കട്ടാക്കിയിട്ടില്ല. അപ്പം ഒന്ന് മിക്സിയിൽ അടിയുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ കുറച്ച് നമുക്കിത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പം ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു തരിതരിവായിട്ട് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ടൈം വെക്കേണ്ട, ഇത് കരിഞ്ഞു പോവും. അപ്പം ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഒരു ധൃതി പിടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം കുറച്ച് പണികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം കിച്ചണിലായി പോകുമല്ലോ. അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചായിട്ട് ചെയ്ത് വെക്കാം ഇതുപോലെ. അപ്പം എന്നാൽ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് തിരക്കും ഉണ്ടാവില്ല, ധൃതി പിടിച്ച് ഏത് സമയവും കിച്ചണിലായി പോയി എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ നിസ്കാരം പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത പണിയായിട്ടുള്ളത് ഇനി ഏലക്ക കുറച്ച് പൊടിച്ച് വെക്കണം. അപ്പം ഏലക്കയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണല്ലോ നല്ലത്. അത്രക്കും വിഷമുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തുടച്ചിട്ട് ഒന്ന് പോക്കുകയാണ് ഒരു മനസ്സമാധാനത്തിന്. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് ഒന്ന് വെയിലത്തൊക്കെ വെക്കാനുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തൊലി തന്നെ കുറച്ചൊക്കെ ഞാനങ്ങ് മാറ്റുന്നുണ്ട്. തൊലിയിലാണല്ലോ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം കുറച്ച് തൊലിയൊക്കെ ഞാനൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പം അത് കുറച്ച് കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് എമൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൊടിയുന്നില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചിട്ട് പൊടിച്ചാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏലക്കപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സ്പൈസസ് ഒക്കെ കുറച്ച് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിലൊന്നും പോകാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടിക്കെല്ലാം പോയി. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സിപ്ലോക്ക് പൗച്ചിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം വാങ്ങിച്ച ശേഷമാണ് കേട്ടോ ഇതിൻ്റെ വലുപ്പം കണ്ടപ്പം ശരിക്ക് ഇതിലേക്ക് ഒന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു മീഡിയം അല്ലെങ്കിൽ ബിഗ്, ഇതിലേതോ ഒരു സൈസാണ് ഇക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് വലുതാണ് കേട്ടോ. അപ്പം തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ജീരകമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഒന്ന് ചൂടാക്കിയ ശേഷമാണ് ജീരകം പൊടിച്ചെടുക്കുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങ് കേടാവില്ല, അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് ആ ഒരു ടൈമിൽ പൊടിച്ചെടുക്കുമ്പം കുറച്ച് എമൗണ്ടൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞും കിട്ടില്ല. പിന്നെ ആ ഒരു സമയത്ത് ധൃതി പിടിച്ച് ആ ഒരു തിരക്കിൽ ആകെ ഇടങ്ങേറാവണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും സ്വീറ്റായിട്ടുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനത്തെ ഇതിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി
കുറച്ച് ഫെനൽ സീഡാണ്, പെരുംജീരകം, അതും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതും ഒന്ന് ചൂടാക്കിയിട്ടായിരുന്നു പൊടിച്ചെടുക്കേണ്ടത്, അത് ഞാൻ വിട്ടുപോയി. അപ്പം ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനും നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. അപ്പം അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ പോവില്ല. ചിലപ്പം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ അടപ്പിനൊന്നൊരു ടൈറ്റ് ഇല്ലെങ്കിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അതങ്ങ് പോയി, അതിലേ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ഇട്ട് വെക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പം കുറച്ചധികം റാഗി പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇത് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള റാഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പൗഡറാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ ഇഫ്താറിനെല്ലാം ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു ഡ്രിങ്കായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ, നല്ല ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം അധികം പേര് ഉണ്ടാക്കാറുണ്ടാവും. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പൗഡറാക്കി എടുത്താലും നമുക്ക് പുട്ടിൽ വേണമെങ്കിൽ പുട്ടിൽ കുറച്ച് ഇട്ടിട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടിയിട്ട് കുറച്ച് പത്തിരിപ്പൊടിയിലേക്ക് കൂട്ടിയിട്ട് അങ്ങനെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എന്തിനും പറ്റും കേട്ടോ. അപ്പോൾ അതും ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുരുമുളക് ഒന്ന് ചൂടാക്കിയിട്ട് ഇതും ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല, കുരുമുളക്, ഈ രണ്ടും നമുക്ക് അധികം ഭയങ്കരമായിട്ട് വേണ്ടിയ ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ അധിക കാര്യങ്ങളിലും ഈ ഒരു കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർക്കും, കട്ട്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലും നോൺ വെജ് ആയിട്ടുള്ള സ്നാക്സിലും കാര്യങ്ങളിലൊക്കെ. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാണ്ട്. അപ്പം ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല പൗഡർ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതും ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചൂടാക്കിയതുകൊണ്ട് തന്നെ ആ ഒരു ക്രഷായിട്ടല്ല ഉള്ളത്, നല്ല പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഈ വക പൗഡറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിലുണ്ടാവും. അപ്പം കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് കട്ടിയാക്കി എടുക്കാനുണ്ട്. പുതിനയില കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞപ്പോൾ ഇക്കാൻ്റെ വക ഒരു എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പോൾ ഇത് ചീത്തയാവും, അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് ആ ഒരു തണ്ടിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം പുതിന നമ്മൾ അധികം അങ്ങ് യൂസ് ചെയ്യില്ലല്ലോ. അപ്പം ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്, പിന്നെ ഡ്രിങ്ക്സും അതിലൊക്കെയാണ് നമ്മളധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു തണ്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറെ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി ഈ ഒരു സെപ്പറേറ്റ് ആക്കി വെക്കുമ്പം നമുക്കതെടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ച് യൂസ് ചെയ്യൽ. അപ്പം ഇതൊക്കെ ഒന്ന് വേറെ വേറെ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണ്ടെന്നൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി കഴുകിയ ശേഷം ഇത് വെള്ളം ഒന്ന് പോയ ശേഷം
ഒരു സിപ്പ് ലോക്ക് പൗച്ചിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിപ്പ് ലോക്ക് പൗച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫ്രിഡ്ജൊക്കെ നിറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പൗച്ചാണെങ്കിൽ അതിൽ ഒരുപാട് നമുക്ക് നല്ല സ്പേസ് കിട്ടും കേട്ടോ. നല്ല സ്പേസ് തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പൗച്ചിലിട്ട് വെച്ചാൽ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൽ ചിലപ്പം കുറച്ച് സാധനങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷേ സ്പേസ് ഉണ്ടാവില്ല, അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ പൗച്ചിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് നല്ലോണം കിട്ടും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിയില കൂടി ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. നല്ല മണ്ണുണ്ട് കേട്ടോ, നല്ല ചളിയും പൊടിയൊക്കെ ഉണ്ട്. നല്ല പച്ചയായിട്ടിരിക്കുന്ന കൊറിയാണ്ടറാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ തണ്ട്, ആ ഒരു മണ്ണോട് കൂടിയുള്ള തണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം അവർ പോക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉള്ളതൊന്നും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. ഒരു 3-4 തവണ കഴുകിയെടുത്തപ്പോഴാണ് കേട്ടോ ഈ ഒരു പഴുക്കൊക്കെ പോയത്. നല്ല ചളിയും മണ്ണും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കുറച്ചധികം നാൾ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിത് ആ ഒരു തിരക്കുള്ള സമയത്ത് നമുക്കിത് കട്ട് ചെയ്ത് ആ ഒരു സമയം കൂടെ പോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില പണികൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും, ചെറിയ പണികളായിരിക്കും. പക്ഷെങ്കിലും അത് എടുത്തു കഴിയുമ്പം ആ ഒരു സമയമില്ലാത്ത സമയത്താണെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര ലാഗ് അടിപ്പിക്കുന്ന കാര്യമായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് റംസാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെച്ചാൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. അങ്ങനെ ഇതും കൂടെ ഈ ഒരു പൗച്ചിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ 2 കാര്യത്തിനും ഈ ഒരു പൗച്ച് പെർഫെക്റ്റ് സൈസായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായ പണി എന്ന് പറയുന്നത് തേങ്ങ ചിരവലാണ്. അപ്പം തേങ്ങ നമുക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. അപ്പം കുറച്ച് തേങ്ങ, ഇപ്പം ഒരുപാട് തേങ്ങയൊക്കെ ചിരവുമ്പോൾ ഒറ്റയടിക്ക് ചിരവുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. പക്ഷേങ്കിലും ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതും അടിപൊളിയാണ്. കാരണം നമ്മുടെ കറികളിലൊക്കെ തേങ്ങ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ മീൻ കറിയൊക്കെ വെക്കുകയാണെങ്കിലും അപ്പം തേങ്ങ എന്തായാലും വേണം, അതുപോലെ സ്നാക്സിന് വേണം. അപ്പം തൽക്കാലം ഞാൻ തേങ്ങ മാത്രം ഒന്ന് ചെരുവിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പം കുറച്ച് മെനക്കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ ഇതെടുത്ത് യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അന്നപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു എന്തൊരു നല്ല കാര്യമാണ് ചെയ്തതെന്ന്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തേങ്ങയൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണല്ലോ. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാക്കണം. ഇത് നമ്മൾ എല്ലാ വീട്ടിലും ഒട്ടുമിക്ക വീടുകളിലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതും ഒരു മസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇതിപ്പം ഇതുപോലെ ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ടൈം പോകുന്നൊരു കാര്യമാണ് ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ തൊലി കളയുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് പേസ്റ്റാക്കി വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കുറേ പണികൾ ഒറ്റയടിക്ക് കഴിഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഒരു ടിഷ്യൂവിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട്
ഇത് ഒന്ന് കുറച്ച് ഓയിലും ഉപ്പുമൊക്കെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഗാർലിക് പേസ്റ്റ് വേറെ ജിഞ്ചർ പേസ്റ്റ് വേറെ ആക്കിയിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത്, മിക്സ് ആക്കുന്നില്ല. അപ്പം നമുക്ക് ചില ഐറ്റംസിന് ഗാർലിക് പേസ്റ്റ് മതിയാവും, ചിലതിന് ജിഞ്ചർ മതിയാവും. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. ഇത് ഫ്രീസാക്കി എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ക്യൂബ്സിൻ്റെ ആ ഒരു ബോക്സിൽ വെച്ചിട്ട് ഫ്രീസാക്കി എടുത്താലും മതി. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതിയല്ലോ. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടോ. ഈ ഗാർലിക് സ്വതവേ എനിക്ക് ഈ ഒരു വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ തൊലി കളയാന്ന് പറയുന്നത് കുറച്ച് ഒരു മടി പിടിച്ച കാര്യമാണ് കേട്ടോ. ബുദ്ധിമുട്ടല്ല, മടിയാണ്. കാരണം വെളുത്തുള്ളിയാണെങ്കിൽ എനിക്ക് ആ ഒരു ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാ നോൺ വെജിനും കുറച്ചധികം നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ അത് കുറച്ചധികം ഇടുകയും വേണം. അപ്പം എൻ്റെ പണിക്ക് എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയത്. അപ്പം ഈ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തീരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇനിയും ആ ഒരു നല്ല പെട്ടെന്ന് ഇടുക ആ ഒരു സുഖം അങ്ങ് പോയി കിട്ടും കേട്ടോ, അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും ഫില്ലാക്കാം. അപ്പോൾ ഞാനിതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രത്യേകിച്ച് ഗാർലിക് പേസ്റ്റൊക്കെ ഇത് എത്രയായാലും നമ്മുടെ ഒരു ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഒരു ആ ഒരു സ്മെല്ലും കളറൊക്കെ മാറും. അപ്പം ഇതൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച ആ ഒരു ടൈമിങ്ങേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിന്. അപ്പോഴത്തേക്കും ഇതൊക്കെ തീരും. അപ്പം ആ ഒരു പീരീഡിലേക്കുള്ള സാധനങ്ങളെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് ലോങ് ആയിട്ട് വെച്ചാൽ അത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചീത്തയാവുമല്ലോ. അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പം ഇതൊരു പൈനാപ്പിൾ സ്ക്വാഷിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ നല്ല ഒരു സമ്മർ ടൈമിലാണ് നമ്മുടെ നോമ്പ് വരുന്നത്. അപ്പം നമുക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്നെടുത്ത് കഴിക്കാനായിട്ടുള്ള എളുപ്പത്തിൽ ആണ് കേട്ടോ ഈ ഒരു സ്ക്വാഷൊക്കെ. അപ്പം എപ്പോഴും വലിയ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല, എന്നാലും ഇടയ്ക്ക് നമുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീരെ വയ്യെങ്കിലൊക്കെ, പെട്ടെന്ന് അധികം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാനൊന്നും കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു പൈനാപ്പിളൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ലിറ്റർ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഇതിൽ ഒരു 10-12 ഏലക്കായും പിന്നെ ഒരു 3-4 ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ മിസ് ചെയ്തു കേട്ടോ, അതുകൊണ്ടാണ് കാണാത്തത്. ഇനി ആ ഒരു പൈനാപ്പിൾ കുക്കായ ശേഷം അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുറച്ചധികം പഞ്ചസാര ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കപ്പിൽ ഏകദേശം ഫുള്ളില്ല, എന്നാലും ഏകദേശം നിറഞ്ഞിട്ടുമാണുള്ളത്. അപ്പം അധികം മധുരം എന്തായാലും ഇതിന് വരില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കുടിക്കാമല്ലോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് അവിടെ ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്ക്വാഷിനുള്ള കാര്യങ്ങളൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പൈനാപ്പിളിൻ്റെ പൾപ്പ് കുറച്ച് വെള്ളവും കൂടി കൂട്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ അരിച്ചെടുക്കുന്നില്ല. അപ്പം കുക്കായ പൈനാപ്പിൾ ആയതുകൊണ്ട് അധികം ഒരു ചണ്ടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ അത് 2 തവണയായിട്ട് ഇതൊന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ആ ഒരു ബാക്കി വരുന്ന ഇതിൻ്റെ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു വെള്ളമില്ലേ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള, അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിലുള്ള എല്ലാ വെള്ളവും അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3.5 ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3.5 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, 3 അല്ലെങ്കിൽ 3.5. അപ്പം അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണിയാൻ വേണ്ടി വെക്കാം. തണിഞ്ഞ ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഈ ഒരു പണി കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ എടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിപ്പോൾ പത്തിരിപ്പൊടിയാണ്. അപ്പോൾ പത്തിരിപ്പൊടി നമ്മുടെ നോമ്പിന് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഫില്ലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എടുക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രത്തിലാക്കിയിട്ടും വെക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു പാത്രത്തിലാവുമ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും ഈ ഒരു വലിയ പാത്രം എടുത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിലും ഞാൻ ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ചെറിയ പാത്രമാകുമ്പോൾ. ഈ ഒരു വലിയ പാത്രമാകുമ്പോൾ എടുത്തും വെച്ചും നമുക്ക് എപ്പോഴും പറ്റില്ലല്ലോ. അപ്പം ഒരു ചെറിയ കണ്ടെയ്നറിലും കൂടി ഈ ഒരു പൊടിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നാട്ടിൽ നിന്ന് ഉമ്മ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മളിതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഫില്ലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് ഫില്ലാക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയവും നേരമൊക്കെ പോവും. പിന്നെ ജോലി ചെയ്യുന്ന ആ ഒരു സ്പീഡൊക്കെ പോവും. അപ്പോൾ ആ ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് അത് എടുക്കണ്ടേ എന്നുള്ള ആ ഒരു ഇത് വരും. അപ്പം എല്ലാം ഒന്ന് ഫില്ലാക്കി വെച്ചാൽ നമ്മുടെ പണികൾ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. ഇതിപ്പം ചോറ് വെക്കുന്ന അരിയും പച്ചരിയും മിക്സാക്കിയിട്ടുള്ള പൊടിയാണ്. ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ വക ഞാനൊന്ന് കുത്തി നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാക്കറ്റ് പിന്നെ എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അപ്പം ഏകദേശം നിറപ്പിച്ച് അതിൽ കുത്തി നിറച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അതുപോലെ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ അതും ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ ജോലികളൊക്കെ ഒന്ന് എളുപ്പമാവും. നമുക്ക് സമയവും കിട്ടും കേട്ടോ നമ്മുടെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനും. അപ്പം ഏത് സമയം നമ്മൾ കിച്ചണിൽ ആവാണ്ടിരിക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കുക റമദാനൊക്കെ ആകുമ്പോൾ. അപ്പം നമുക്ക് ഫുൾ ടൈം നമ്മൾ കിച്ചണിലായി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും നമസ്കാരം ഒന്നും നടക്കില്ല. അപ്പം അതിൽ നിന്നും നമുക്കൊന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ സ്ക്വാഷൊക്കെ ഇത് തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഒരു മാസം വരെയൊക്കെ ഇത് കേടുകൂടാണ്ടിരിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.